അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ നാടെങ്ങും രാമനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അത്തരത്തിൽ രാമനും രാമകഥകളും നിറഞ്ഞ നിരവധി സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഐതിഹ്യങ്ങളാൽ സമ്പന്നമായൊരിടത്താണ് ഞാൻ ഇന്നുള്ളത്. ജഡായു രാവണ യുദ്ധം നടന്നിടത്ത്, യുദ്ധത്തിൽ ചിറകറ്റു വീണ ജഡായു കിടന്നിടത്ത്, ശ്രീരാമ പാദമുദ്ര പതിഞ്ഞെന്ന് വിശ്വസിക്കുന്നിടത്ത്, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിടത്ത്, കൊല്ലം ചടയമംഗലത്തെ ജഡായുപാറയിൽ. ജഡായുപ്പാറയുടെ ചരിത്രവും ഐതിഹ്യവും ഇവിടുത്തെ സവിശേഷതകളും ഒപ്പം ശ്രീരാമ സങ്കല്പത്തിന്റെ പ്രസക്തിയും ഒക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തരാൻ എന്നോടൊപ്പം രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടിയുണ്ട്. മുൻ മന്ത്രിയും മുല്ലക്കര രത്നാകരൻ സാർ, ഒപ്പം സംവിധായകനും ഈ ജഡായുപ്പാറയുടെ ശില്പിയും, അങ്ങനെ അറിയപ്പെടാനായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ശില്പിയും കൂടിയായ നമ്മുടെ സ്വന്തം രാജീവ് അഞ്ചൽ സാർ. സാർ, എന്താണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത? നമുക്ക് അവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. രാമായണ സങ്കല്പം എനിക്ക് തോന്നുന്നു ഈ വാൽമീകി രചിച്ചത് അതിന്റെ ഇന്ത്യയുടെ മൊത്തം ഭൂമിയുടെ ചരിത്രവും ആ കാലത്തെ ജനങ്ങളുടെ പ്രത്യേകതയും, ആ ജനങ്ങളുടെ പ്രത്യേകതയുമായി ഈ പ്രകൃതിയും മറ്റ് ജീവസമൂഹവും എങ്ങനെയാണ് ചേർന്നതെന്നത് പറയുന്നതാണ് രാമായണം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം എവിടെയൊക്കെ നടന്നു എന്നതൊക്കെ ഉള്ളത് ഇപ്പോഴും തർക്ക വിഷയമാണ്. ലങ്ക തന്നെ ഇന്ത്യക്ക് അകത്താണോ ഇന്ത്യക്ക് പുറത്തുള്ള ഇപ്പോഴത്തെ ലങ്കയാണോ എന്നുള്ള കാര്യത്തിലും തർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇവിടെ വന്ന പേരുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ചടയമംഗലം ജഡായുമംഗലമാണ്, അത് ചടയമംഗലം ആയതാണ്. അതിനെക്കുറിച്ചും ചെറിയൊരു തർക്കമുണ്ട്. ഈ ഒരു രാജാവ് ഭരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ചടയെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഇതുണ്ടായതെന്നും ഒക്കെ തർക്കമുണ്ട്. തർക്കം എല്ലായിടത്തും ഉണ്ട്. തർക്കം നിൽക്കുന്ന ഒരുപക്ഷെ നല്ലതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ചിറയൻകീഴ് എന്ന് പറഞ്ഞാൽ ചിറക് പോയി വീണടം എന്നാണ്. പോരേടം പോര് നടന്ന സ്ഥലം, പോരേടം പോര് നടന്ന സ്ഥലമാണ്. വാളകം അകത്തിട്ട സ്ഥലം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേര് ഇതൊരുപക്ഷെ ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ, കാരണം ഈ ജഡായു ഇവിടെയല്ല, ആന്ധ്രയിൽ ഒരിടത്താണ് ജഡായു, അവിടെയാണ് പോര് നടന്നത് എന്നുള്ള സങ്കല്പം അവിടെയുണ്ട്. ഇതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം വാൽമീകി തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു സംശയം. അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങനെ ഈ ജഡായുമംഗലമാണ് ചടയമംഗലം ആയതെന്ന്. ശരിക്ക് ഇത് ചടയമംഗലം ഒരു പക്ഷെ ജഡായുമംഗലം ആകുമല്ലേ വേണ്ടത്? ഇന്ത്യയുടെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശരിയിലേക്ക് എത്താൻ കഴിയാത്ത തർക്കങ്ങളുടെ ഇരുട്ട് സൃഷ്ടിക്കുക എന്നത് ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവമാണ്. സത്യത്തിൽ ആ തർക്കങ്ങളുടെ ഇരുട്ടിൽ നിന്ന് ഒരു ശരിയുടെ വെളിച്ചത്തിലേക്ക് എത്താനാണ് വാൽമീകി രാമായണം എഴുതിയത്. അതായത് നമ്മൾ ഒരാൾ ശുദ്ധീകരിച്ചെടുക്കാൻ ഈ രാമായണം സഹായിക്കുമെന്നതാണ് വാൽമീകി സങ്കല്പം. ബ്രഹ്മാവിന്റെ നിർദ്ദേശം അങ്ങനെയായിരുന്നു. ലോകത്ത് നല്ല ആളുകളില്ല, അപ്പൊ ഒരു മാതൃകാ പുരുഷനെ നീ സൃഷ്ടിക്കുക. അത് ഈ മാനിഷാദ എന്ന് പാടിയ ആ സ്വഭാവത്തിൽ ഒരു കവിത കൊണ്ട് സൃഷ്ടിക്കുക എന്ന ആശയമാണ്. അപ്പൊ അത് ഒരു പ്രദേശത്തിന് വേണ്ടിയല്ല, ഒരുപക്ഷെ ഇന്ത്യക്കും വേണ്ടിയല്ല, ലോകത്ത് നാളെ ഉണ്ടാകേണ്ട നല്ല മനുഷ്യർ എങ്ങനെയായിരിക്കണമെന്ന് വാൽമീകി പറയുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ സത്യത്തിൽ അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെയാണ് ഇത് സംഭവിച്ചതെന്ന് പറയാം. ഇപ്പം ബർമാക്കാരന് വേണമെങ്കിൽ അവിടെയാണ് സംഭവിച്ചതെന്ന് പറയാം, മലയാക്കാരന് വേണമെങ്കിൽ അവിടെയാണ്. അതുകൊണ്ടാണ് ലോകത്ത് രാമായണം പോലെ ഇത്ര വ്യത്യസ്തമായ രീതികളിൽ പല രാമായണങ്ങൾ ഉണ്ടായ വേറൊരു കൃതിയില്ല. കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ കമ്പരാമായണമുണ്ട്, അതിൽ രാവണന് പ്രാധാന്യം വരിക. അതായത് ഇതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. ഈ വാൽമീകിയും വ്യാസനും തന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നു എന്നതാണ്. കാരണം നിങ്ങൾ ഇതിലെ കഥാപാത്രമാണ്, നിങ്ങളെന്ന ആളല്ല, നിങ്ങളുടെ സ്വഭാവം. രാമനൊരു സ്വഭാവമാണ്. ഒരു മകന്റെ പൂർണ്ണത എന്താണ്, ഒരു ഭർത്താവിന്റെ പൂർണ്ണത എന്താണ്, ഒരു രാജാവിന്റെ പൂർണ്ണത എന്താണ്, ഒരു നല്ല മനുഷ്യന്റെ പൂർണ്ണത എന്താണ്, അത് രാമൻ പറയുകയാണ്. ആ സ്വഭാവം എല്ലാ കാലത്തും നിലനിൽക്കും. ആ രീതിയും രാജാവും കാടും ഒക്കെ എല്ലാ കാലത്തും നിലനിൽക്കണമെന്നില്ല, പക്ഷെ ആ സ്വഭാവം എല്ലാ കാലത്തും നിലനിൽക്കും. സീത ഒരു സ്വഭാവമാണ്. സീതയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാതന്ത്ര്യമാണ്. സീത
ലോകത്തിലെ പൂർണ്ണതയുള്ള ത്രൈന സ്വാതന്ത്ര്യം ഒരു കഥാപാത്രത്തിലേ നിക്ഷേപിച്ചിട്ടുള്ളൂ ലോകത്തിൽ. അത് സീതയിലാണ്. അത് കൃത്യമായി പറഞ്ഞത് വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ പറഞ്ഞ രാമൻ വേണമെങ്കിൽ ഇനിയും ഉണ്ടാവാം, പക്ഷെ സീതയെ കണ്ടുപോകാനേ പറ്റൂ, കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പുത്രിയും സ്വാതന്ത്ര്യത്തിന്റെ അച്ഛനും സ്വാതന്ത്ര്യത്തിന്റെ അമ്മയും സ്വാതന്ത്ര്യമാണ്. അത് സീതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു, അവരെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞു എന്നതാണ് അതിലെ പ്രസക്തി. ഇനി ഇതിലെ ഒരു പ്രസക്തിയുണ്ട് ജടായുമംഗലത്ത് വരുമ്പോൾ. അത് ഈ സ്വാതന്ത്ര്യത്തെ തട്ടിക്കൊണ്ടുപോകുന്നത് മിക്കവാറും രാജാവായിരിക്കും, അല്ലെങ്കിൽ ഭരണാധികാരിയായിരിക്കും. അത് വാൽമീകി എന്ന് പറഞ്ഞത് നഗര ഭരണാധികാരിയായിരിക്കും. നഗര ഭരണാധികാരിയാണ് നാടിന്റെയും കാടിന്റെയും സ്വാതന്ത്ര്യത്തെ തട്ടിക്കൊണ്ടുപോകുന്നത്. നാടിന്റെയും കാടിന്റെയും സ്വാതന്ത്ര്യം ത്രൈണ സ്വാതന്ത്ര്യമാണ്, പുരുഷ സ്വാതന്ത്ര്യമല്ല. അപ്പൊ നഗര ഭരണാധികാരി ഈ സ്വാതന്ത്ര്യത്തെ തട്ടിക്കൊണ്ടുപോകും. സ്വാതന്ത്ര്യത്തെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ആദ്യം എതിർക്കുന്നത് പ്രകൃതിയായി. അതുകൊണ്ടാണ് മണ്ണിന്റെ മകളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ആകാശത്തിന്റെ പുത്രൻ, അത് ജടായുവാണ്. ജടായു എതിർക്കുന്നത് ഒരു മനുഷ്യനല്ല, എതിർക്കുന്നത് ജടായുവാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പെണ്ണിന് വേണ്ടി ആദ്യം രക്തസാക്ഷിയാവുന്നത് ഒരു പക്ഷിയാണ്. പക്ഷി എന്ന് പറയുന്ന ഒരു പക്ഷി ആയിരിക്കണമെന്നില്ല, അതൊരു ഗോത്രമാകാം, അത് ഗോത്രത്തിന്റെ ഒരു പേരാകാം ഈ ജടായു എന്ന്. പക്ഷേ തട്ടിക്കൊണ്ടു പോകുമ്പം അത് രാവണന് ഉദ്ദേശമുണ്ട്, രാവണന് താല്പര്യമുണ്ട്. പക്ഷെ ജടായുവിന് രക്ഷിക്കാനല്ലാതെ മറ്റു താല്പര്യമില്ല, അത് പ്രകൃതിയാണ്. പക്ഷിയിലും പാമ്പിലും ഒക്കെ വാൽമീകി നിക്ഷേപിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ സ്വഭാവമാണ്. പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത്. അപ്പം സീത സ്വാതന്ത്ര്യമാണെങ്കിൽ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ എതിർക്കാനുള്ള അവകാശം ആർക്കെന്നും എതിർക്കുന്നത് ആരെന്നും ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാൽമീകി പറഞ്ഞത്. അത് പ്രകൃതിയായിരിക്കും, പക്ഷിയായിരിക്കും. ആ പക്ഷിയുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ് ആ കഥ വികസിക്കുന്നത്. ആ രക്തസാക്ഷിത്വം നടന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതായത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവാൻ മടിക്കാത്തവരുടെ നാടാണ് ചടയമംഗലം എന്നൊരു അർത്ഥമുണ്ട്. മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഈ തെറ്റിനെതിരെ പൊരുതാതിരിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രകൃതി തെറ്റിനെതിരെ പൊരുതണം. അപ്പൊ സാർ പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതായത് ഒരു സ്ത്രീക്ക് വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ പക്ഷി. അതുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് ടു വിമൺ സേഫ്റ്റി ആൻഡ് ഹോണർ എന്ന് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിൽ തട്ടുന്ന ഒരു വാക്കുകൾ തന്നെയാണ് സാർ. ഈ രാമായണം വാൽമീകി എഴുതി, ജടായുപാറ ശ്രീ രാജീവ് അഞ്ചൽ എഴുതി, അങ്ങനെ പറയാം അല്ലേ? അങ്ങനെയല്ല, അതൊരു നിയോഗമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സ്വപ്ന പദ്ധതിയായിരുന്നു. തീർച്ചയായിട്ടും ഒരു 12 വർഷം, ഒരു വ്യാഴവട്ടം നമ്മുടെ ഒരു നല്ല കാലമല്ലേ 12 വർഷം എന്ന് പറയുന്നത്. 12 വർഷം ഇത് രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പിൽ ഒന്നുമില്ല. ഇവിടെ ഒരു സാധനം കൊണ്ടുവരാനുള്ള ഒരു സൗകര്യവും ഇല്ല. 1000 അടി ഉയരത്തിലാണേ. അപ്പം അങ്ങനെ ഒരു മിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൗത്യം നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്കൊരു നിയോഗം ഉണ്ടായി, അത്രയേ ഉള്ളൂ. അത് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് കലാസൃഷ്ടി ആകർഷിക്കപ്പെടണം. അപ്പം നമ്മൾ എന്തോ എടുത്ത് നോക്കിക്കോളൂ, സിനിമയായിക്കോട്ടെ, ശില്പമായിക്കോട്ടെ, ചിത്രകലയായിക്കോട്ടെ, ഇതൊക്കെ കാണാനാണ്, മറ്റുള്ളവർക്ക് കാണാനാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവർ കാണാൻ വരുമ്പോൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ്. അപ്പോൾ കാനായി സാറിൻ്റെ, എൻ്റെ ഗുരുവാണ് കാനായി സാറ്, അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളെല്ലാം ആർക്കും വന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ കാണാനായിട്ട് ഇടുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ വന്ന് കാണും, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ഇത് കാണുക തന്നെ വേണം എന്ന് വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ അതിനൊരു നിയന്ത്രണവും കൂടെയാണ് ഈ ടിക്കറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വൃത്തിയാക്കി വെക്കണം, ഇവിടെയുള്ള തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റുള്ളവർക്കെല്ലാം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം, ധാരാളം നിക്ഷേപകരുണ്ട്, അവർക്കിതിൻ്റെ വരുമാനം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനാണിത്. ഇതൊരു മാതൃകയുമാണ്. പിന്നെ ആരോ ചോദിച്ചു, ഇവിടെ തന്നെയാണോ ഇത് വീണത് എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കഥ എന്ന് പറയുന്നത് നമ്മളുടെ സങ്കല്പ സ്വാതന്ത്ര്യമാണ്. അപ്പം ഞാൻ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ ചെറിയ പുസ്തകങ്ങളുണ്ടല്ലോ, ചിത്രകഥകൾ
മാസികകൾ വരുമ്പോഴത്തേക്ക് ഓടിപ്പോയി കാത്തിരിക്കും ചിത്രകഥ വായിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മളതിൻ്റെ പേജുകളെ കാണാറില്ല, അത് കടലാസാണെന്ന് ചിന്തിക്കാറില്ല. പക്ഷേ അത് നമ്മൾ മറിച്ച് ആ കഥ കണ്ടുപോകുമ്പോൾ അതിനകത്തൊരു കടലാസുണ്ടെന്നും കടലാസിനകത്ത് ഇത് അച്ചടിച്ചിരിക്കുകയാണെന്നും ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അപ്പോൾ ഈ കഥയാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഇത് സൂട്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഈ കഥ ചിത്രീകരിക്കാൻ ഒരു ഇടം, ഒരു ക്യാൻവാസ് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യമായിട്ട് വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്. പിന്നെ വിശ്വാസമല്ലേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമപാദം ഇവിടെ ഉണ്ട്, ഒരു കഥയുണ്ട് ഇവിടെ. ജടായു വീണ് ചുണ്ടരഞ്ഞതിൻ്റെ കുളമുണ്ട് ഇവിടെ, പറ്റാത്ത കുളമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ വന്ന് കാണുകയല്ലേ ചെയ്യുന്നത്. അപ്പം കഥ ഇങ്ങനെ പറഞ്ഞ് രാമായണം എവിടുന്ന് വന്നു എന്ന് പോലും അത്ര പഴക്കമല്ലേ. അപ്പം അവിടെ എൻ്റെ റോൾ എന്താ? ഇതിന് നമ്മുടെ കോൺട്രിബ്യൂഷൻ വേണം. ഇത് കൂടുതൽ വിശ്വസനീയമാകണം ഈ സ്ഥലം. അപ്പം തർക്കമുണ്ട്. സാറ് പറഞ്ഞ പോലെ ഇത് ജടായുമംഗലമാണോ ചടയമംഗലമാണോ എന്നുള്ളൊരു ചോദ്യം, തർക്കം കിടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജടായു ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഇനി ഈ ജടായു ഉള്ളത് കൊണ്ടെങ്കിലും ജടായു പാറ എന്ന് പറയാമല്ലോ, അല്ലേ? അപ്പോൾ തർക്കം ഒഴിവായി. അതുപോലെ നമ്മൾ സ്ഥാപിച്ചെടുത്തു പോകുന്ന നല്ല വശങ്ങളാണ് ഞാനീ പറയുന്നത്. ഇത് നല്ല സന്ദേശമുള്ള കാര്യങ്ങളാണ്. ഭക്തിയുള്ളവർക്ക് ഭക്തിയാകാം, അതല്ല ഇവിടെ എല്ലാവർക്കും വരാം. ഇത് പിന്നെ ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഇവിടെ വരുന്നത്. രാമക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ പോലും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടുത്തെ ക്ഷേത്രം, രാമക്ഷേത്രം ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവരും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വിശാലമായ ഒരു പിന്നെ മനുഷ്യൻ്റെ ഒരു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്കൊരു കാലാതീതമായി ഇതിവിടെ നിലനിൽക്കാൻ പോകുന്ന ഒരു എന്താ പറയുന്ന ഒരു കലാസൃഷ്ടിയെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നമുക്കൊരു, അതാണ് എനിക്ക് പറയേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു മൊട്ടക്കുന്ന് ഇങ്ങനെ ആക്കിയെടുത്തത്? അല്ല, അതാ ഞാൻ പറഞ്ഞതേ, അത് നമുക്ക് തന്ന ഒരു നിയോഗമാണ്. സാറ് ഇപ്പം അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുവാണ്, ഇവിടെ ഒരു രാമക്ഷേത്രമുണ്ട്. ഈ കാലത്ത് ഒരു രാമക്ഷേത്രത്തിന്റെ ഒരു പ്രസക്തി ചോദിച്ചാലും സാർ എന്താ പറയാ? അല്ലെങ്കിൽ രാമായണത്തിന്റെ അല്ലെങ്കിൽ രാമന്റെ ഒരു പ്രസക്തി ചോദിച്ച സാറിന് എന്ത് പറയും? അതായത് ഈ രാമൻ എന്ന പിന്നെ കഥ വാൽമീകി പറയുന്ന കാലത്ത് ഹിന്ദു എന്നൊരു വാക്കില്ല. അതെ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ രാജീവ് പറഞ്ഞതുപോലെ രാമൻ എല്ലാവർക്കും ഉള്ളതാണ്. ഈ അയോധ്യ എന്ന പേര് തന്നെ വാൽമീകി സൃഷ്ടിക്കുന്നത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന പേരാണോ, അതോ വാൽമീകി രാമന് വേണ്ടി സൃഷ്ടിച്ച പേരാണോ എന്ന കാര്യത്തിൽ അയോധ്യ എന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടാകാത്തിടമെന്നാണ്, യുദ്ധമില്ലാത്തിടമെന്നാണ്. അപ്പൊ യുദ്ധമില്ലാത്തിടത്തെ രാമൻ ജനിക്കാവൂ എന്ന് വാൽമീകിക്ക് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ രാമായണം മുഴുവൻ പരിശോധിക്കുമ്പോൾ ഹിന്ദു എന്നൊരു വാക്കൊന്നും അതിനകത്തില്ല. കാരണം അതിന് ശേഷം വന്ന വാക്കാണ് ഹിന്ദു. സിന്ധുവിന്റെ തീരത്ത് ജീവിച്ച ജനങ്ങളെ പുറത്തുനിന്ന് വന്നവർ വിളിച്ച പേരാണത്. അതിന്റെ ഒരു അർത്ഥം കൃത്യമായി പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യയെ സങ്കല്പിച്ചത് തന്നെ രാമരാജ്യമായിട്ടാണ്. അത് ഭരിച്ചിരുന്ന കാലത്ത് ഭരിക്കാതെ ഭരിച്ച ഒരാളാണ് രാമൻ. അതായത് ഭരിച്ചു എന്ന് ആർക്കും തോന്നിയില്ല. രാമൻ എപ്പോഴെങ്കിലും ഭരിച്ചു എന്ന് തോന്നിയത് കാട്ടിൽ പോയി രാമന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയപ്പം ജനങ്ങളുടെ കൂട്ടായ്മ സൃഷ്ടിച്ചു പോയി രാവണനെ വധിച്ച് ഏറ്റെടുത്തതാണ്. അയോധ്യയിൽ രാമൻ യുദ്ധം ചെയ്തിട്ടില്ല. അയോധ്യയുമായി ബന്ധപ്പെട്ട് രാമൻ ഭരിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല സീതയെ രാമൻ ഉപേക്ഷിക്കുന്നത്, ഉത്തരരാമായണത്തിൽ സീതയെ രാമൻ ഉപേക്ഷിക്കുന്നത് ഏതോ ഒരാൾ ചാരൻ പോയപ്പോ ഒരു വീട്ടിൽ, സീതയും മോശക്കാരി ആയിരിക്കും, കാരണം അയാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരാൻ 2 ദിവസം താമസിച്ചു. അപ്പൊ ഇവര് വഴക്ക് കൂടിയപ്പോ അയാൾ കള്ളുകുടിച്ചിരുന്നു. അയാൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞു, ഈ രാമൻ പോയി രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച പെണ്ണിനെ സ്വീകരിച്ചെന്ന് വെച്ച് ഞാൻ സ്വീകരിക്കല്ല. ഇതാ ചാരൻ വന്ന് രാമനോട് പറയുമ്പോഴാണ് രാമൻ സീതയെ ഉപേക്ഷിക്കുന്നത്. അതായത് അവിടെ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. ഏതെങ്കിലും വലിയ ആള് പറഞ്ഞിട്ടല്ല രാമൻ ഉപേക്ഷിക്കുന്നത്. അന്ന് പത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടല്ല രാമൻ ഉപേക്ഷിക്കുന്നത്. രാമൻ ഉപേക്ഷിക്കുന്നത് നാട്ടിൽ രാമൻ അയച്ച ആളുകളുടെ സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കാൻ പോയ ഒരാൾ, മദ്യപിച്ച് ലക്ക് കിട്ട ഒരാൾ ഭാര്യയുമായി വഴക്ക് കൂടുന്നത് അയാൾ വഴിക്ക് കേട്ടത് രാമനോട് വന്ന് അപ്രധാനമെന്ന് പറയും രാമൻ നിർബന്ധിച്ച് പറയിപ്പിക്കുക, അത് ഉപേക്ഷിക്കുക. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം
ഒരു ഭരണാധികാരത്തിൽ ഏറ്റവും താഴെയുള്ളവന്റെ പാഴ്വാക്ക് പോലും ഭരണാധികാരി ശ്രദ്ധിക്കണം. രാമനെ ഒരുപക്ഷെ രാജ്യത്തെക്കാൾ രാമന് പ്രിയപ്പെട്ടത് സീതയാണ്. കാരണം അതിനെ തെളിയിക്കുന്നത് സീതയെ നഷ്ടപ്പെട്ടപ്പം രാമൻ പോയി എന്നാ പിന്നെ കൊണ്ടുപോട്ടെ, നഷ്ടപരിഹാരം മേടിക്കാം, അല്ലെങ്കിൽ വേറൊരു പെണ്ണ് കെട്ടാം എന്നല്ല രാമൻ ആലോചിച്ചത്. രാമൻ ഏകപത്നി വ്രതക്കാരനാണ്. രാമൻ ഏറ്റവും കൂടുതൽ പാടുപെട്ട് വീണ്ടെടുത്തത് സീതയാണ്. അതിനുവേണ്ടിയാണ് രാമൻ ഏറ്റവും വലിയ മുന്നണി ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും താഴെത്തട്ടിലെ കാട്ടിലെ ജനങ്ങളുമായി ചേർന്ന് എന്നിട്ടാണ് സീതയെ വീണ്ടെടുക്കുന്നത്. രാമന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാമൻ മൂല്യങ്ങളെ ചോരാതെ കൂട്ടിയോജിപ്പിച്ചു. അതുകൊണ്ട് രാമൻ ഇന്ത്യയിലുള്ള എല്ലാവർക്കും മാത്രമല്ല, ഇപ്പം മലേഷ്യക്കാർക്കും രാമനെ ഇഷ്ടമാണ്, ഇന്തോനേഷ്യക്കാർക്കും രാമനെ ഇഷ്ടമാണ്, ബർമ്മക്കാർക്കും രാമനെ ഇഷ്ടമാണ്, ലോകത്ത് പല രാജ്യങ്ങളിലും രാമനെ ഇഷ്ടമാണ്. അപ്പൊ രാമൻ കൂട്ടിയോജിപ്പിക്കലിന്റെ ഒരു ദർശനമാണ്. അതിനെ അങ്ങനെ. അപ്പൊ അയോധ്യ എന്ന് പറയുന്നത് തർക്കമില്ലാതെ നമുക്കൊത്തുചേരാൻ പറ്റിയ ഒരിടമാണ്. അതിൽ ചില വിമർശനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ വരുന്നു വന്നു. അങ്ങനെ തർക്കമില്ലാതെ ഒത്തുചേരുന്നിടത്ത് ഭരണാധികാരികൾ ഇങ്ങനെ ഇടപെടാമോ? ഇങ്ങനെയാണോ അത് നിർവഹിക്കേണ്ടത്? അത് ജനങ്ങൾക്കും വിശ്വാസമുള്ളവർക്കും വിട്ടുകൊടുക്കേണ്ടതല്ലേ? ഇത്തരം തർക്കങ്ങളുണ്ട്. പക്ഷെ പ്രശ്നം, ഒത്തുചേരാൻ നമുക്ക് ഒരുപാട് ഇടങ്ങൾ വേണ്ട ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ രാമൻ ഒരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു പ്രദേശത്തിനോ ഒരു കൂട്ടർക്കോ ഉള്ളതല്ല. അത് സമ്പൂർണമായ നന്മ ചേർന്ന മൂല്യങ്ങളുള്ള ഒരു ഒത്തുചേരലിന്റെ ഇടമാണ് അയോധ്യ. മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ നല്ല ഇന്ത്യക്കാർ തന്നെ പറഞ്ഞ്, രാമന്റെ ഏറ്റവും വലിയ ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചാൽ ആധുനിക കാലത്ത് ഗാന്ധിയുടെ ഹൃദയമാണ്. കാരണം അത്ര വിശുദ്ധമായ ഗാന്ധിയുടെ ഹൃദയമാണ് ഒരുപക്ഷെ ആധുനിക കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അയോധ്യ. കാരണം അവിടെ തർക്കമില്ല, ഗാന്ധിക്ക് താല്പര്യങ്ങളില്ല, ഗാന്ധിക്ക് ഒന്നിനോട് മോഹമില്ല, അവിടെ ഏതെങ്കിലും അധികാരത്തിന് വേണ്ടി യുദ്ധമില്ല. അപ്പൊ ആ ഗാന്ധിയുടെ ഹൃദയം പോലെ വിശുദ്ധമായിടമാണ് രാമൻ. അതുകൊണ്ടാണ് ഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, അങ്ങയുടെ രാമൻ ആരെന്ന് ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, എന്റെ രാമൻ റഹീം കൂടിയാണ്. അതായത് ഇന്ത്യക്കാരെല്ലാം രാമന്മാരാണ്, അല്ലെങ്കിൽ രാമന്മാരാകണം. അതാണ് ഗാന്ധി ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുമ്പോൾ അയോധ്യ എവിടെ ഉണ്ടാവാം, ചടയമംഗലത്തും ഉണ്ടാവാം. പക്ഷെ എവിടെ ഉണ്ടാകുമ്പോഴും അവിടെയുള്ള ഹൃദയങ്ങൾ വിശുദ്ധിയുള്ളതായിരിക്കും, തർക്കമുള്ളതായിരിക്കരുത്, സ്വാർത്ഥതയുള്ളതായിരിക്കും. അല്ല, ഇവിടെയും അതുപോലെ തന്നെ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാറ് പറഞ്ഞ ഒരു പോയിന്റിനോട് എനിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നമുക്ക് തരാം. കാലാകാലങ്ങളിലായി നമുക്ക് നമ്മുടെ മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ വേഗതയുടെ കാര്യത്തിലും കച്ചവടത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പെട്ടുപോകുന്ന സമയത്ത് എല്ലാം കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ കച്ചവടത്തിന് നിന്നു കൊടുക്കത്തില്ല. അതിലൊന്നാണ് നമ്മുടെ എന്താ പറയുന്നത്, പൈതൃകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മൂല്യങ്ങളും നമ്മുടെ വേദേതിഹാസങ്ങളും ഒക്കെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതിനെ നിലനിർത്തണം. അപ്പം അതിൻ്റെ അദൃശ്യമായ ഒരു നിയോഗം എന്ന് പറയുന്നത്, പിന്നെ അത് ഇപ്പം ഹിന്ദുത്വം എന്ന് നമ്മൾ പറയുമ്പോൾ, ആ ഹിന്ദുത്വം എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ നല്ല വശം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സ്നേഹം ആർക്കാണുള്ളത്? ഇത് ഒരു സ്നേഹം വേണമല്ലോ. ഇപ്പം നമ്മുടെ പൈതൃകത്തിനോടൊരു സ്നേഹമുള്ളത് ആർക്കാണ്? അല്ലെങ്കിൽ ഇത് നിലനിർത്തണമെന്ന് തോന്നിയത് ആർക്കാണ്? അത് അധികാരത്തിലൂടെ ആണെങ്കിലും അല്ലാതെയും ഒരു വലിയ പ്രൊപ്പഗാൻഡയിലൂടെ ആണെങ്കിലും നമ്മുടേതാണിത് എന്ന് പറയുന്ന ഒരു കാലം, അന്ന് പറയേണ്ടുന്ന ഒരു കാലവും പിടിച്ചു നിർത്തേണ്ടുന്ന കാലമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ പാറയിൽ 12 വർഷത്തിന് മുമ്പ്, 12 വർഷമല്ല, ഒരു 14 വർഷത്തോളമായി ഞാനിവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത്, ഇതിനു മുമ്പ് ഒരു ചേങ്കോട്ടുകോണം സ്വാമി സ്ഥാപിച്ചിരുന്ന ഒരു ശ്രീരാമ പ്രതിമയുണ്ടായിരുന്നു. അതിനെ ആൾക്കാർ നോക്കാനില്ലാതെ വന്നപ്പോൾ അത് തല്ലി ഉടച്ചിത് അങ്ങ് താഴെ കളയാനായിട്ടുള്ള ഒരു ഏകദേശം, കാരണം നോക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു സമയത്ത് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം കൂടെ എന്നിൽ അർപ്പിതമായി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി.
ആ തകർന്ന് പോകേണ്ടുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയേണ്ടിയിരുന്ന ആ ഒരു ബിംബം അല്ലെങ്കിൽ രാമരൂപം എന്ന് പറയുന്നത് തിരിച്ച് ഇന്ന് ഈ നിലയിൽ വരാനായിട്ട് എൻ്റെയും കൂടെ ഒരു വാശിയുണ്ട്. കാരണം ഇത് നമുക്ക് തകർക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാവരുടെയും ഇതുണ്ട്. പക്ഷേ ഇന്നിതിപ്പോൾ മനോഹരമാണ് ഇവിടെ, അല്ലേ? ഇവിടെ വന്നപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അനിഷ്ടത്തിൽ നിന്ന് ഇഷ്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിന് ഒരുപാട് ത്യാഗമുണ്ട്. മനസ്സിലായില്ലേ? അതിന് ഒരു ശരിക്കും നമ്മുടെ ആ ഒരു നിയോഗത്തിലൂടെ നമുക്കിതിനെ നിലനിർത്തണമെന്നുള്ളൊരു വാശി, അങ്ങനെ നമ്മുടെ പൈതൃകത്തിനെ നിലനിർത്തണമെന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു വലിയ ഗുരുസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ അയോധ്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ രാമനെ വീണ്ടും നമ്മൾ പുനഃസൃഷ്ടിച്ചുകൊണ്ട് രാമൻ്റെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മളെല്ലാവരും ലോകമെമ്പാടും തന്നെ അതിനെ ആ അർത്ഥത്തിൽ നമ്മൾ അതിനോട് ആഘോഷത്തിൻ്റെ ഭാഗമാകണമെന്നാണ്. അല്ല, അയോധ്യ എന്തായാലും നാളെ ഇനി വരുന്ന നാളുകളിൽ ഒരു വലിയ ടൂറിസം കേന്ദ്രം കൂടിയാവുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഒരു രാജ്യത്തിന്റെ ഒരു ഐക്കൺ കൂടി ആയിരിക്കും തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചരിത്രവും പുരാണവും ഒക്കെ പറയുന്ന സമയത്ത് ജടായുപ്പാറയും ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ പോലും മറുനാട്ടിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്, അതായത് ഇതിനെ തേടി എത്താനായിട്ടുള്ള ഒരു ഭംഗിയിലേക്ക് നമ്മൾ ഉണ്ടാക്കണ്ടേ? അതെ അതെ, നമ്മളിതിനെ ഒരു ട്രാൻസ്ഫോം ചെയ്യണ്ടേ? ഞാൻ പറയുന്നത് തകർത്ത് കളയാനിരുന്ന ഒരു പ്രതിമയിൽ നിന്ന് നമ്മളതിനെ തിരിച്ചു പിടിച്ച് അതൊരു ക്ഷേത്രമാവുകയും ഇത് ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രദേശമാവുകയും ഒരു ശില്പമാവുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന്റെ പിന്നിൽ നമുക്കൊരു ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം സൂക്ഷിക്കാനുള്ള ഒരു ധീരതയാണത്. മനസ്സിലായില്ലേ? അതിന് ആ ധീരതയിൽ നമ്മൾ എത്ര ശതമാനം വിജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾ കാലാകാലങ്ങളിൽ ഇനി വരാനിരിക്കുന്ന ആളുകൾ വരുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് അത് നമ്മുടെ പൈതൃകത്തോടുള്ള സ്നേഹമാണ്, നമ്മുടെ വേദേതിഹാസങ്ങളോടുള്ള നമ്മുടെ കരുത്തിനോടുള്ള സ്നേഹമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ലോകത്ത് ഇത്രമാത്രം ആഴത്തിലുള്ള അത്ഭുതകരമായ ക്ഷേത്രങ്ങളുള്ള രാജ്യം വേറെയില്ല. ഇന്ത്യയാണ്. അത് ഒരു കാലഘട്ടത്തിൽ ഇത് മുഴുവൻ ഇതിൻ്റെ പ്രാധാന്യം അറിയാതെ നശിപ്പിച്ച് കളഞ്ഞു. ഡോക്യുമെൻ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അത് സംരക്ഷിച്ച് നിർത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടുണ്ടായി? അതിനോട് ഒരു വിരക്തി ഉണ്ടാവുകയോ അതിനപ്പുറത്തേക്കുള്ള ഇൻട്രസ്റ്റിലേക്ക് ആളുകൾ പോവുകയോ ഒക്കെ ചെയ്തപ്പോഴായിരിക്കാം. പക്ഷെ അത് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംസ്കാരം ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക്. ഇപ്പം ലോകത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൊണാർക്കിലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നിലവിലുള്ള ക്ഷേത്രങ്ങളുടെ കുത്തുപണികളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അത് തിരിച്ചറിയുന്ന ഒരു കാലം, ഇതൊരു സൈക്കിളാണ്, അതിങ്ങനെ കറങ്ങി വരും. അത് ആ ഒരു നല്ല മാറ്റത്തിലേക്ക് വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ സാറേ? അത് അങ്ങനെയാവണമെന്നില്ല. അതായത് ഈ നമ്മുടെ ചരിത്രത്തിലെ, അതായത് ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ മനുഷ്യനായിട്ട് ലോകം അംഗീകരിക്കുന്നത് ബുദ്ധനെയാണ്. ശ്രീബുദ്ധൻ. ബുദ്ധന്റെ ജന്മസ്ഥലം ഇപ്പൊ നേപ്പാളിലാണ്. ബുദ്ധന്റെ 18ാം നൂറ്റാണ്ട് വരെ ഇന്ത്യക്കാർക്ക് ബുദ്ധൻ എന്നൊരാളുണ്ടായിരുന്നു എന്നല്ലാതെ ബുദ്ധൻ ഇന്ത്യക്കാരനാണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മൾ അങ്ങനെയാണ്. അത് നമുക്ക് പറഞ്ഞു തന്നത് പടിഞ്ഞാറൻ യൂറോപ്പിലെ മനുഷ്യരാണ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരാണ്. ഇവിടെയാണ് സാരാനാഥെന്നും ഇവിടെയാണ് ബുദ്ധൻ ജനിച്ചതെന്നും. കാരണം അതവർക്ക് ആ ലിപി വായിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അത് വായിക്കാൻ തന്നെ ഡൽഹിയിൽ അതൊക്കെ കൊണ്ടുവന്നിട്ട് വായിക്കാൻ ശ്രമിച്ചില്ല, പിന്നെ കൽക്കട്ടയിൽ കൊണ്ടുപോയി, പിന്നെ അത് വായിച്ചെടുത്തത് അവരാണ്. അപ്പോഴാണ് ബുദ്ധൻ നമ്മുടേതാണെന്ന് അറിഞ്ഞത്. അതുവരെ പലരുടെയും ധാരണ ബുദ്ധൻ എത്യോപ്യക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ചരിത്രത്തോടൊരു തരം ഒരു അകലമുണ്ട്. ഈ ഇതിഹാസം എന്ന് വിളിക്കുന്നത് എന്താന്ന് വെച്ചാൽ ചരിത്രം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. അത് ചരിത്രമല്ല, പക്ഷെ അതിനകത്ത് ചരിത്രം ചേർന്ന് നിൽപ്പുണ്ട്. ഈ മഹാഭാരതവും രാമായണവും ഇതിഹാസവും എന്ന് പറയുന്ന അതാണ്. അതിനകത്ത് ചരിത്രം ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷെ ഈ മഹാഭാരത കഥാപാത്രങ്ങൾ തന്നെ സങ്കല്പങ്ങളാണെന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് സങ്കല്പമാണോ ഉള്ളതാണോ എന്നും നമുക്കറിയില്ല. പക്ഷെ ചരിത്രം ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ ചരിത്രം ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായി അന്വേഷിക്കാനുള്ള ഒരു ബാധ്യത ഏത് രാജ്യത്തിനുണ്ട്. ഇപ്പൊ ബുദ്ധനെ നമുക്ക് അന്വേഷിച്ച് ഇത് നിങ്ങളുടേതാണെന്ന് പറഞ്ഞ് തന്നത് ബ്രിട്ടീഷുകാരാണെങ്കിലും അല്ലെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഗവേഷകരാണെങ്കിലും
ഇപ്പൊ ലോകത്ത് ബുദ്ധമതത്തെ കൊണ്ടു നടക്കുന്നത് നമ്മളല്ല. ഈ ബുദ്ധന്റെ നാട്ടിലാണ് ബുദ്ധമതം ഏറ്റവും ഏഷ്യയിൽ ശോഷിച്ചു പോയത്. ബർമ്മയിൽ, ചൈനയിൽ, കൊറിയയിൽ, മംഗോളിയയിൽ, ജപ്പാനിൽ ബുദ്ധമതം വളരെ ശക്തമാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചു എന്നത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട, ഒരുതരം സങ്കടത്തോടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മളെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ തർക്കങ്ങൾ നമുക്കിഷ്ടമാണ്. തർക്കങ്ങൾ ഇഷ്ടമായതുകൊണ്ടാണ് ഈ ചാതുർവർണ്ണ കാലത്ത് പിന്നെ അത് വളർന്ന് ജാതികളായി ഇത്രയും വലിയ ജനതയും ഇത്രയും വലിയ സംസ്കാരവും ഉണ്ടായിട്ടും ഈ രാജ്യത്തിന്റെ നടവരമ്പിലൂടെ നടന്നു പോയവരൊക്കെ നമ്മളെ ഭരിച്ചിട്ടുണ്ട്. നമ്മളെ ഭരിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഭിന്നിച്ചാണ് നിന്നത്. നമുക്കൊരിക്കലും ഒന്നിച്ചു നിന്ന് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. കാരണം ഇവിടെ മതവും ജാതിയും പിന്നെ കറുത്തവനും വെളുത്തവനും കൂടിയവനും കുറഞ്ഞവനും ജാതിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനും ദൈവത്തെ കണ്ടുകൂടാത്തവനും ഒക്കെയായി നിന്ന ഒരു ജനതയെ ആർക്കും ഭരിക്കാവുന്ന സ്ഥിതി വന്നു. ആ സ്ഥിതിയെ അതിജീവിക്കാൻ വേണ്ടി ആധുനിക കാലത്ത് ഒരു വളരെ അത്ഭുതകരമായി പരിശ്രമം നടത്തിയ ആള് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചേർക്കാൻ നോക്കി. ചിലപ്പോൾ അങ്ങനെയാണ്, ഈ തുന്നിച്ചേർക്കാൻ വേണ്ടി ഭിന്നിച്ച തുണി ഇങ്ങനെ ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സൂചി തൊടുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകും. ഗാന്ധി അതിന് ഉപയോഗിച്ച ഒരു മാർഗം ഇന്ത്യയിൽ ആധുനിക കാലത്ത്, സത്യത്തിൽ ഗാന്ധിയുടെ മനസ്സിൽ ഗാന്ധി ഉപയോഗിച്ച മന്ത്രങ്ങളും സമരരീതികളും എല്ലാം ബുദ്ധന്റേതാണ്. പക്ഷെ ഗാന്ധി ബുദ്ധനെ അല്ല പറഞ്ഞത്. എന്റെ രാജ്യം ബുദ്ധരാജ്യമാണെന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് അറിയാം അത്ര വലിയ ആരാധകരെ അന്ന് കിട്ടുകയല്ല. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞത് രാമരാജ്യം. പക്ഷെ ഗാന്ധി പറഞ്ഞ അഹിംസ രാമൻ പറഞ്ഞതല്ല, വാൽമീകി പറഞ്ഞതുമല്ല. മാത്രമല്ല രാമൻ ഹിംസയിലൂടെയാണ് സീതയെ വീണ്ടെടുക്കുന്നത്. പക്ഷെ ബുദ്ധൻ ഒരു ഹിംസയും ചെയ്തിട്ടില്ല. സത്യത്തിൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾ ബുദ്ധന്റേതാണ്. അപ്പൊ സാറ് പറഞ്ഞ ശരിക്കും ഇത് ബുദ്ധരാജ്യമാണെന്നാണോ? അതല്ല, ബുദ്ധരാജ്യമാണ്. അതായത് ബുദ്ധനെ സത്യത്തിൽ ഹിന്ദുവിലേക്കും ഈ സംസ്കാരത്തിലേക്കും പിന്നെ നിക്ഷേപിച്ചത് ശങ്കരാചാര്യരാണ്. അതൊക്കെ നമുക്ക് ഒരു വലിയ വിശാലമായ ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന് ഉപയോഗിച്ച ഒരു ഐക്യനാണ് രാമൻ. അത് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയേക്കാൾ കൂടുതൽ വടക്കേ ഇന്ത്യ. ഈ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തെക്കേ ഇന്ത്യ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദൈവം കൃഷ്ണനാണ്, കൃഷ്ണനും ശിവനുമാണ്. വടക്കേ ഇന്ത്യ കൃഷ്ണനേക്കാൾ ഇഷ്ടപ്പെടുന്നത് രാമനെയാണ്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പോയാൽ മിക്കവാറും എല്ലാവരുടെയും പേരിൽ രാമനുണ്ട്, 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 രാമനുണ്ട്. എല്ലാ സംസ്കൃത പേരുകളിലും മിക്കവാറും രാമനുണ്ട്. അപ്പൊ ഗാന്ധിക്ക് പക്ഷെ ഇതെല്ലാം അറിയാമായിരുന്നു. ഗാന്ധി അറിയാമായിരുന്നത് കൊണ്ട് ഗാന്ധിക്ക് പക്ഷേ ഇതിനേക്കാളൊക്കെ വേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യം വേണമെങ്കിൽ മനുഷ്യൻ യോജിക്കണം. യോജിക്കാൻ വേണ്ടി ഗാന്ധി ഉപയോഗിച്ചത് രാമനെയാണ്. അപ്പൊ അതിൽ ഇത്രയേ അർത്ഥമുള്ളൂ. എന്റെ വാദം, രാമനെ ഉപയോഗിക്കുന്നത് യോജിപ്പിന് വേണ്ടിയാവണം. അല്ല, തീർച്ചയായിട്ടും ഇപ്പോഴ ആ വിയോജിപ്പിന് വേണ്ടിയാവരുത്. അല്ല, ഇപ്പൊ ഒരു യോജിപ്പില്ലേ? അല്ല, അപ്പൊ അതുകൊണ്ട് ആ അയോധ്യയിൽ തന്നെ ഒരുപാട് കാര്യം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ ഒരു കോടതി വിധിയിലൂടെ പരിഹരിച്ച് ഇപ്പോഴിത് ചെയ്യുകയാണ്. അപ്പൊ ഇന്ത്യയുടെ മൊത്തം മനുഷ്യന്റെ യോജിപ്പിന്റെ അന്തരീക്ഷത്തിന് സത്യത്തിൽ അതിനെ രാഷ്ട്രീയമായി ആരുപയോഗിച്ചാലും അത് വിഘാതം ഉണ്ടാക്കും. അപ്പൊ രാമൻ ഇന്ത്യയിലെ എല്ലാ മനുഷ്യന്റെയും സാംസ്കാരികമായ യോജിപ്പിന്റെ അടയാളമാവും. തർക്കത്തിന്റെ ഇടമാവരുത്. ഈ അയോധ്യ എന്ന പേര് ചുരുക്കി പറഞ്ഞാൽ രാമനെ പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, രാമനെ മാതൃകയാക്കുക എന്നുള്ളതല്ല. രാമനെ നമ്മൾ തൊഴുതിട്ട് നമ്മൾ വേറൊരാളാവുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ രാമനായി മാറുന്നതാണ്. തത്വത്തിൽ രാമനാവാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ രാമഭക്തനാകുക എന്ന് പറയുന്നത്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. ഞാൻ രാമനെ പോലെയാണോ ജീവിക്കുന്നത്, എന്നിട്ടാണോ ഞാൻ രാമനെ സ്തുതിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ചിന്ത വേണം. അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു ആൾക്കൂട്ടം മാത്രമായി മാറും. ആ തത്വമില്ലാത്ത, സ്നേഹമില്ലാത്ത, രാമനെ സ്വീകരിക്കാത്ത, സ്വയം സ്വീകരിക്കാത്ത, മാതൃകയാകാത്ത
ഒരു കൂട്ടം ആളുകളായി മാറിപ്പോകും. അതെ. അതല്ല വേണ്ടത്. സാർ, ഇപ്പൊ കേരളത്തിൽ തന്നെ വലിയൊരു ടൂറിസം കേന്ദ്രം കൂടിയായിട്ട് നമ്മുടെ ജഡായിപ്പാറ മാറിക്കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇനിയും ഒരുപാട് ടൂറിസം വികസനങ്ങൾ ഇവിടെ വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഇതിനെ ഒരു ടൂറിസം സോണായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ചടയമംഗലത്തിന് മൊത്തത്തിലൊരു വികസന സാധ്യത ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിന് ചുറ്റും വയലേലകളുണ്ട്. കാർഷികമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ടൂറിസത്തിനെ നമുക്ക് ആ ലെവലിലും കൂടെ നമുക്ക്, കാരണം എന്തായാലും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തി തുടങ്ങി. വിദേശികളും നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ചടയമംഗലത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് പ്രകൃതിയായിട്ട് ഇണങ്ങിയ കാര്യങ്ങൾ, കൃഷിയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ശില്പത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ശില്പത്തിൻ്റെ ഇപ്പം നമ്മൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇതിൻ്റെ ആ ഒരു ആളുകളുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ഇവിടെ എന്താണ് നടന്നതെന്നറിയാൻ ഉള്ള ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ഡയമെൻഷൻ വിഷ്വൽ എഫക്ട്സോട് കൂടിയ രാമായണത്തിലെ ജടായുവും രാവണനും തമ്മിലുള്ള യുദ്ധം, അതെല്ലാം നമ്മൾ അതായത് വിഷ്വൽ കാണിച്ചു കൊടുക്കാം നമുക്ക്. അതിനൊരു തിയേറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജനകരാജാവിൻ്റെ ഒരു പാലസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ, റൂയിൻഡ് ആയിട്ടുള്ള ഒരു പാലസ് എന്നുള്ള കോൺസെപ്റ്റിൽ ത്രേതായുഗ കാലം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ത്രേതായുഗത്തിൽ മനുഷ്യരെല്ലാം വലുതായിരുന്നു. അതായത് ശ്രീരാമ പാദമൊക്കെ വലിയ പാദമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആൾക്കാരൊക്കെ അന്ന് ജീവിച്ചിരുന്നവരൊക്കെ വലിയ സൈസായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ചിത്രീകരിക്കത്തക്ക രീതിയിലുള്ള കണ്ടിട്ടില്ലാത്ത മരങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, ഇതൊക്കെ വരുന്ന ഒരു ത്രേതായുഗ മ്യൂസിയം ഇതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തു വരികയാണ്. അത് പൂർത്തിയാക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഈ ശില്പത്തിൻ്റെ അകവും പുറവും നമുക്ക് അനുഭവപ്പെടും. അപ്പോഴേ ഒരു മെമ്മറബിളായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ജടായു ശില്പം കാണാം, അതിൻ്റെ പടം എടുക്കാൻ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷെ അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം നമുക്ക്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അക്കോമഡേഷൻ വേണം. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ താമസിക്കാൻ ഇടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ തുറന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ വർക്ക് ഉണ്ട്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ സമഗ്ര വികസനമാണ് നമ്മുടെ ഈ ചടയമംഗലത്തിന് ഈ ജടായുപ്പാറ വിട്ടിട്ട് ഇതുകൊണ്ടുള്ള പ്രയോജനം മറ്റുള്ള ആളുകളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ ഇവിടെ സാധാരണ നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടുന്നവർക്ക് മാത്രമാണ് ജടായുപ്പാറ കൊണ്ട് ഗുണം എന്നുള്ള ഒരു പരാതിയുണ്ട്. ഇവിടെ നമുക്ക് ജോലി കൊടുക്കാൻ പരിമിതികളില്ലേ. എത്രയോ പേര് വേറെ ജോലി അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അവർക്കുള്ള അവസരം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇതൊരു ടൂറിസം സോണായിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിനുള്ള സാധ്യതകൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പഞ്ചായത്തുമൊക്കെ ആയിട്ട് ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ അയോധ്യയെ ബന്ധപ്പെട്ടേ നമുക്ക് ഈ അക്ഷത വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രസക്തി എന്താണ് സാർ? അതോടൊപ്പം തന്നെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ രാമനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുമോ, അല്ലെങ്കിൽ രാമന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വീണ്ടും ആളുകളിലേക്ക് എത്തുമല്ലേ ഈ അക്ഷതത്തിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്? അതില് ഞാൻ പറയുന്നത് ഈ ഇന്ത്യയുടെ സാംസ്കാരിക പ്രത്യേകത തന്നെ ഈ ഭക്തിയും മനുഷ്യന്റെ ശക്തിയും തമ്മിൽ ചേരണമെന്ന്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗാന്ധിയൻ സങ്കല്പം തന്നെ, ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ഈ കാര്യത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു ചെടി നടുമ്പോ ആര് നടുമ്പോഴും ഇത് വലുതാകണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവും. എന്നാൽ അതൊരു പ്രവർത്തനമാണ്. അപ്പം ചെടിയെ വലുതാക്കുന്നതിൽ ഈ ആൾ കൊടുക്കുന്ന വെള്ളവും മണ്ണിന്റെ ഗുണവും ഒപ്പം പ്രകൃതിയുടെ ഒരു ചേരുവയും കൂടെ അതിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൗടില്യൻ പറഞ്ഞത് 5 കാര്യങ്ങൾ ചേർന്നാലേ കൃഷി ഉണ്ടാവും. അപ്പൊ അത് ഒരു ഇന്ത്യയുടെ സങ്കല്പം മാത്രമല്ല, കൃഷിയെക്കുറിച്ചുള്ള ലോക സങ്കല്പം അങ്ങനെയാണ്. ഇപ്പൊ അക്ഷതം എന്ന് പറഞ്ഞാൽ പിന്നെ ക്ഷതമാകാത്തതെല്ലാം അക്ഷതമാണ്. ഇപ്പൊ എനിക്ക് പിന്നെ മോളോട് ഒരു സ്നേഹം ഉണ്ടാവും, അതിലൊരു അക്ഷതമുണ്ട്. ഒരു അച്ഛന് മകളോട് സത്യത്തിൽ ക്ഷതമേൽക്കാത്ത ഒരു കാരുണ്യമുണ്ട്. ഈ സ്നേഹത്തിന്റെ ഒരു ഉയർന്ന രൂപമാണ് കാരുണ്യം.
കാരുണ്യം എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുമ്പോൾ എനിക്ക് തിരിച്ചു വേറൊന്നും വേണ്ടതില്ല. പക്ഷെ സാധാരണ സ്നേഹത്തിന്റെ ഒരു പ്രശ്നം തിരിച്ചു വേണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് സ്നേഹിക്കുന്നത്. കാരുണ്യത്തിന് അതില്ല. കാരുണ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ എനിക്ക് തിരിച്ചൊന്നും വേണ്ട. അച്ഛൻ മകളെ സ്നേഹിക്കുന്നതിൽ നിറയെ കാരുണ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്ഷതമേൽക്കാത്ത എന്തും കൈമാറുന്നത് നല്ലതാണ്. പക്ഷെ അത് ഞാൻ പറയുന്നത് എല്ലാവർക്കും കൈമാറണോ? അത് രാജീവ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും കൈമാറേണ്ട ഒന്ന് രാമൻ മൂല്യങ്ങളായി, രാമനിലൂടെയാണ് വാൽമീകി ഇത് തന്നിരിക്കുന്നത്. ഈ നായക കഥാപാത്രത്തിലൂടെ മിക്കവാറും എല്ലാവരും തരുന്നത് അവർ തന്നെ മൂല്യങ്ങളെ കുറിച്ചുള്ള ബോധമാണ്. അപ്പൊ വാൽമീകി ഏതോ തന്നിട്ടുണ്ട്, നമ്മളത് കൈമോശം വരാതെ സൂക്ഷിച്ചാൽ മതി. ആ കൈമോശം വരാതെ സൂക്ഷിക്കുന്നതിന് ഇപ്പം പിന്നെ ഒരാൾക്ക് ഒന്ന് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ചിലർക്ക് ഒരു വിത്ത് കൊടുക്കുന്നു, ചിലർക്ക് ഒരു സ്വർണം കൊടുക്കുന്നു, ചിലർക്ക് ആഹാരം കൊടുക്കുന്നു. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞത് വിശക്കുന്നവന്റെ ഏറ്റവും വലിയ ദൈവം ആഹാരം തന്നെയാണ്, ദാഹിക്കുന്നവന്റെ ഏറ്റവും വലിയ ദൈവം വെള്ളം തന്നെയാണ്. അപ്പൊ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഇന്ത്യയിൽ സൃഷ്ടിക്കുക, അതൊരു ഗാന്ധി ബോധമാണ്, അതൊരു ബുദ്ധബോധമാണ്. അപ്പൊ അത് ക്ഷതമേൽക്കാത്ത ഏത് നമ്മൾ ചെയ്യുന്നതും കൈമാറുന്നതും നല്ലതാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന ചില ധാരണകളുണ്ട്. അതായത് ഒരു ബ്രാഹ്മണന് ദൈവമായിട്ട് ഉള്ള അടുപ്പം ഒരു ദളിതനുണ്ടാകാൻ പ്രയാസമാണെന്നുള്ളൊരു ബോധമാണ്. ആ ബോധത്തെ മറികടക്കാൻ ശ്രമിക്കണം. അതായത് എല്ലാവർക്കും, മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജടായു. മനുഷ്യനല്ല. അപ്പൊ ജടായു എന്ന ബോധം തന്നെ ഇവിടെ ഇപ്പം ജടായുവിന്റെ ഈ ശില്പത്തിനരികിൽ ഇത്ര പൊക്കപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? നമുക്ക് ഈ പ്രകൃതിയെ മുഴുവൻ കാണാം. എന്നാൽ നമുക്ക് ഓരോ മരത്തെയും കാണാൻ പറ്റിയല്ല, ഓരോ മരത്തിലെയും ചെടിയെ കാണാൻ പറ്റിയല്ല. അതിന് വേണമെങ്കിൽ അതിന്റെ ചുവട്ടിൽ നമ്മൾ ചെല്ലണം. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു മൊത്തം ഭംഗി നമുക്ക് കാണാം, ഒരു ഏരിയൽ വ്യൂ. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ബോധം എന്താ? പ്രകൃതി വലുതാണെന്ന്, നമ്മൾ ചെറുതാണ്. നമ്മൾ ചെറുതാണെന്ന ബോധമാണ് ഒരു കടല് കാണുമ്പോഴും നമുക്കുണ്ടാവുന്നത്. അതായത് നമ്മളെക്കാൾ വലുതാണ് പ്രകൃതി, അത് നമ്മൾ അറിയാതെ വണങ്ങിപ്പോകും. ആ വണങ്ങണമെന്ന തോന്നലുണ്ടാക്കുന്ന നമ്മുടെ മനസ്സിലെ ഈ പ്രകൃതിയേക്കാൾ വലുതാണ് നമ്മളെന്ന ധാരണയെ മാറ്റിമറിക്കാനാണ് സത്യത്തിൽ വാൽമീകി ജടായുവിനെ തന്നെ സൃഷ്ടിച്ചത്. അത് ഇവിടെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ആ ബോധം ഇവിടെ വന്ന് കയറുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ തലച്ചോറിലും നമ്മളൊന്നുമല്ല, എല്ലാം പ്രകൃതിയാണെന്നുള്ളൊരു വലിയ സന്ദേശം. ആ സന്ദേശം അത് സത്യത്തിൽ ഈ അക്ഷതമാണ്. അതായത് നമ്മൾ നാളെ മരിക്കും എന്ന് ഉറപ്പാണ്, അല്ലേ? ഞാൻ ആദ്യം മരിക്കും, ഭവ്യ പിന്നെ മരിക്കും എന്ന് മാത്രമേ വ്യത്യാസം. പറയാൻ പറ്റില്ല, പ്രായം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ രീതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മരിച്ചാലും ഈ പാറ മരിക്കല്ല, ഈ പ്രകൃതി മരിക്കല്ല. അതുകൊണ്ട് മരിക്കാത്തത് ഏത് എന്ന ചോദ്യമുണ്ട്. ക്ഷതമില്ലാത്തത് അത് നമ്മളല്ല, അത് പ്രകൃതിയാണ്. എന്തായാലും നമ്മള് ജഡായുപ്പാറയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാനൊരൊറ്റ ചോദ്യം രണ്ടാളും കൂടി ചോദിച്ചോട്ടെ. ഈ രാമായണത്തില് ഇപ്പൊ ജഡായുവിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആരാണ്? ജഡായുവിനെ നമ്മൾ പറഞ്ഞു, നമ്മൾ വലിയ രക്തസാക്ഷിയാക്കി വെച്ചിട്ടുണ്ട്. ആരെയായിരിക്കും പറയാ? അല്ല, അത് ആപേക്ഷികമല്ലേ. ഇപ്പൊ നമ്മൾക്ക് ഇപ്പം MT വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവൻ എന്താ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം, അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹം മാറ്റി. അപ്പൊ അത്രമാത്രം നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചിന്തിക്കാനും അതിൽ നിന്ന് നമുക്കതിനെ എടുക്കാനും ഒക്കെ കഴിയും. വാൽമീകിയുടെ മഹത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനിച്ചത്. ഞാനൊരു സിനിമാക്കാരനായെന്ന് പറയാം. അതായത് ഒരു നല്ല തിരക്കഥ ഇല്ലെങ്കിൽ ഒരു സിനിമയില്ല, മനസ്സിലായില്ലേ? ആ തിരക്കഥ എടുത്ത് നമ്മളിപ്പം വലിയ സിനിമകളുണ്ടാക്കി സൂപ്പർ സ്റ്റാറുകളായി. ആ സൂപ്പർ സ്റ്റാറുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് അതിന്റെ ഫ്രണ്ടിൽ പിന്നെ വരുന്നത്. പിന്നെ തിരക്കഥ എഴുതിയ ആളുടെ മനസ്സിലുണ്ടായ ഒരു സിനിമയാണെന്നുള്ള ബോധം പോലും നമുക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നമിക്കുന്നത്, മനസ്സുകൊണ്ട് നമിക്കുന്നത് എപ്പോഴും വാൽമീകിയെ തന്നെയാണ്. പുരുഷ കഥാപാത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു അത്ഭുതകരമായ കഥാപാത്രം ഹനുമാനാണ്. ഞാനും ഫാനാണ് ഹനുമാന്റെ, അത് പറയാനാണ് ഞാനും വന്നത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ
വാൽമീകി അതിലെ ഒരു കഥാപാത്രത്തെ മാത്രമേ ചിരഞ്ജീവിയാക്കുന്നു. അപ്പൊ ഹനുമാൻ ചിരഞ്ജീവിയാണ്. മഹാഭാരതകാലത്തും ഭീമൻ അവസാനം വഴികാട്ടി വന്നത് ഹനുമാനാണ്. ഈ അർജുനന്റെ കൊടിയടവന്നത് ഹനുമാനാണ്. രാമനെ സഹായിച്ച് കൂടെ നിൽക്കുന്നത് ഹനുമാനാണ്. എന്തുകൊണ്ട് ഹനുമാനെ ഇങ്ങനെ ചിരഞ്ജീവിയാക്കി എന്നൊരു ചോദ്യമുണ്ട്. ഹനുമാൻ സത്യത്തിൽ പ്രകൃതിയാണ്. ഹനുമാന്റെ ജീവിതം ശ്രദ്ധിച്ചാൽ അറിയാം. ഹനുമാൻ കുടുംബമില്ല, മറ്റ് ബന്ധങ്ങളില്ല, മോഹങ്ങളില്ല. എന്നാൽ അപാരമായ ശക്തിയുണ്ട്. അപാരമായ ശക്തി ലോകത്തൊന്നിനെയുണ്ട്. അത് പ്രകൃതിക്കാണ്. ഈ ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രകൃതിയാണ്. ഒരു പ്രളയം കൊണ്ട് വേണമെങ്കിൽ ലോകം മുഴുവൻ ഇല്ലാതാവും. അത് ചിരഞ്ജീവിയുമാണ്. അപ്പൊ ഹനുമാൻ ചിരഞ്ജീവിയാണ്, അപാരമായ ശക്തിയാണ്. ആ അപാരമായ ശക്തി ഹനുമാൻ ഉപയോഗിച്ചിട്ടുള്ളത് അധാർമികമായ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ധാർമ്മിക പരിവേഷമുള്ള നന്മയ്ക്ക് മാത്രമേ ഹനുമാൻ ഈ ശക്തി ഉപയോഗിച്ചിട്ടുള്ളൂ. രാവണന്റെ കൊട്ടാരം ചുടാനാണെങ്കിലും, പിന്നെ ലക്ഷ്മണന് വേണ്ടി പോയി മൃതസഞ്ജീവനി കൊണ്ടുവരാനാണെങ്കിലും, മൃതസഞ്ജീവനി കൊണ്ടുവന്നില്ലെങ്കിൽ ആ യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാർ തോക്കും. അതായത് ആ യുദ്ധം ജയിക്കുന്നത് പോലും ഹനുമാനാണ്. കടൽ ചാടിക്കിടക്കുന്നതും ഹനുമാനാണ്. ഹീറോയിസം മുഴുവൻ അദ്ദേഹത്തിന്റെയാണ്. പക്ഷെ അത് ഒരു തെറ്റായ കാര്യത്തിലും ഹനുമാൻ ഇത് ഉപയോഗിക്കുന്നില്ല. രണ്ട്, ഹനുമാന് വേണ്ടി ഹനുമാന്റെ ശക്തി ഒരിക്കലും ഹനുമാൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ ഹനുമാനാണ് സത്യത്തിൽ ചിരഞ്ജീവിയായ കഥാപാത്രം. കാരണം ഹനുമാനെ കൊല്ലാൻ, ഇയാളങ്ങ് മരിച്ചുപോട്ടെ എന്ന് ചിന്തിക്കാൻ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച വാൽമീകിക്കും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ പുരുഷ കഥാപാത്രങ്ങളിൽ ഏറ്റവും നല്ല കഥാപാത്രം ഹനുമാനാണ്. സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും നല്ല കഥാപാത്രം സീതയാണ്. സീതയ്ക്ക് ഒരു അച്ഛനും അമ്മയും കൊടുക്കുന്നില്ല, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഭൂമിയിലേക്ക് അവസാനം തിരിച്ചു പോകുന്നതാണ്. സീത സ്വാതന്ത്ര്യം കൂടിയാണ്. അതായത് രാമന്റെ മുമ്പിൽ പോലും സീത സ്വാതന്ത്ര്യം അടിയറവിക്കുന്നില്ല. അവസാനം രാമൻ സീതയെ ക്ഷണിക്കുന്നുണ്ട്. നീ ഈ കാഞ്ചന സീതയെ യാഗം നടത്തുമ്പോൾ മാറ്റിയിട്ട് ഇവിടെ നീ വന്നിരിക്കൂ എന്ന് രാമൻ വിളിക്കുന്നുണ്ട്. പക്ഷെ സീത പോകുന്നില്ല. സീത അപ്പോഴാണ് രാമന്റെ അന്തസ്സും സീതയ്ക്ക് കാത്തു സൂക്ഷിക്കണം, സ്ത്രീയുടെ അന്തസ്സും കാത്തു സൂക്ഷിക്കണം. ഒരു പ്രതിസന്ധിയാണ് സീതയ്ക്ക് മുമ്പിൽ വരുന്നത്. അതായത് സീത അവിടെ ചെന്നിരുന്നാൽ രാമൻ സീതയെ പുറത്താക്കിയ കാലത്ത് ആരോ പറഞ്ഞ ഒരു അപവാദം രാമൻ മറന്നു, അല്ലെങ്കിൽ രാമൻ അത് ഒഴിവാക്കി എന്ന് വെക്കും സീതയോടുള്ള ഇഷ്ടം കൊണ്ട്. അവിടെ രാമന്റെ അന്തസ്സ് ചോരും. അത് സീതയ്ക്ക് ഇഷ്ടമല്ല. രണ്ട്, താൻ അങ്ങനെ ചെന്ന് അധികാരം സ്വീകരിച്ചാൽ അധികാരത്തിന് എപ്പോഴും ഒരു മലിനപ്പെടലിന്റെ സ്വഭാവമുണ്ട്. അത് അധികാരത്തിന് കുറയ്ക്കാമെന്നേ ഉള്ളൂ, അത് അധികാരത്തിന് ഇല്ലാതാക്കാൻ പറ്റുക. അപ്പൊ സീതയ്ക്ക് അവിടെ വേണ്ടത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, സ്ത്രീയുടെ അന്തസ്സ് സംരക്ഷിക്കണം. അപ്പൊ രാമനെയും സംരക്ഷിക്കണം, സ്ത്രീയുടെ അന്തസ്സും സംരക്ഷിക്കണം. അതിലൊറ്റ മാർഗമേ ഉള്ളൂ, താൻ മരിക്കുക. സീതയുടെ പിന്നെ ആ മരണത്തിലൂടെ സംഭവിക്കുന്നത് സീത മരിക്കാതാവുകയാണ്. അത് ഒരാൾ മരിക്കുമ്പം മരിച്ചു പോകുന്നതും ചിലർ മരിക്കുമ്പം വീണ്ടും ഒരു വളരെ ശോഭയോടെ ജനിക്കുന്നതും മനുഷ്യന്റെ ഓർമ്മയിൽ അത് സീതയാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് രാമൻ ഉണ്ടാവാം, ഇനി സീത ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും സാറിനെ സംബന്ധിച്ച് ഹനുമാനും സീതയുമാണ്. സാറിന് വാൽമീകിയാണ്, എനിക്ക് ഹനുമാനാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു കുട്ടി കഥ കേൾക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കേട്ടത്. അതൊരു വലിയ ഭാഗ്യമാണ് ഇവിടെ വരാൻ സാധിച്ചതും നിങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ സാധിച്ചതും രാമായണത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ സാധിച്ചതും ഒക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇത്ര വലിയ കഥകൾ, നല്ല രസത്തിൽ ഈ കഥകൾ കേൾക്കാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വളരെ നന്ദി. രാമക്ഷേത്രമുയർന്ന ഈ വേളയിൽ അയോധ്യയ്ക്കൊപ്പം ചടയമംഗലത്തെ ഈ ജടായുപാറയും അറിയേണ്ടതാണ്, കാണേണ്ടതുമാണ്. ഇവിടെ വിശ്വാസമുണ്ട്, ഐതിഹ്യമുണ്ട്, ഒപ്പം നല്ല കുറെ കാഴ്ചകളുമുണ്ട്. നമസ്കാരം.